ബുധനാഴ്ച രാത്രി മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസും കുറെ ക്രിമിനലുകളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള കടന്നാക്രമം പോലീസിന് നേരെ ഉണ്ടായിരുന്ന തീപ്പന്തം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതും രാത്രി നമുക്ക് അത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താനും അതുവഴി രാഹുലിൻ്റെ നേരെയുള്ള ജനരോഷം വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത് നല്ലത്. രാഹുൽ ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഇവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. CPIM-ൻ്റെ അതുപോലെ CITU-ൻ്റെയും കുടിമരങ്ങളും ബോർഡുകളും നശിപ്പിക്കുക എന്നതും ഇതിൻ്റെ ഒപ്പം തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പത്രപ്രവർത്തകർക്ക് നേരെയുള്ള കടന്നാക്രമവും ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. തൃശ്ശൂരിൽ ദേശാഭിമാനിയും അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കി വെച്ചിരുന്ന വലിയ ബോർഡുകൾ ഉൾപ്പെടെ അവിടെ നശിപ്പിക്കുകയുണ്ടായി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ തയ്യാറാക്കിയ ബോർഡ് വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. പാർട്ടിയുടെ സ്ഥാപിച്ച ബോർഡുകൾക്ക് നേരെയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവുകയും രാഹുൽ മാക്കൂട്ടം ചെയ്ത തെറ്റായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുന്ന സ്ഥിതിയും സംജാതമായി. റിപ്പോർട്ടർ TV പ്രവർത്തകരെ പേരാമ്പ്രയിലും മേപ്പയൂരിലും ഉൾപ്പെടെ ആക്രമിച്ചു. ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ തന്നെ തൃശ്ശൂർ ബ്യൂറോ ഓഫീസ് അതിനു നേരെ കടന്നാക്രമം നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. അപലീയമായ ഇത്തരം അക്രമങ്ങൾ ഒരു തുടർച്ചയായി കേരളത്തിലുടനീളം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിലെ ക്രിമിനൽ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വടകര MP നടത്തിയ വളരെ ശക്തമത്തായ രീതിയിലുള്ള തെറ്റായ പ്രചാരവേലയ്ക്ക് ശേഷമാണ് ഈ സംഘം വലിയ രീതിയിലുള്ള കടന്നാക്രമത്തിന് മുതിരാൻ തുടങ്ങിയത്. MP-ക്ക് നേരെ കടന്നാക്രമണം നടന്നു എന്ന് പറഞ്ഞാണ് അതിന് ശ്രമിച്ചത്. അപ്പോൾ തെറ്റായ കാര്യങ്ങൾ വിശദീകരിച്ച് പർവ്വതീകരിച്ച് വാർത്തകൾ സൃഷ്ടിച്ച് അതിൻ്റെ മറവിൽ ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമണം നടത്താൻ, ഭീകരത അടിച്ചുവിടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ പട്ടികയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ
കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ആധുനിക സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന സമയത്തെടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന് അനുകൂലമായാണ്. ഇത്തരം പീഡനങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്ത്രീവിരുദ്ധ സമീപനവുമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. കോൺഗ്രസിന്റെ തന്നെ മുൻ സമീപനങ്ങളും അതുതന്നെയാണ്. ഇവിടെ MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ഉണ്ടായ സമീപനം സ്വീകരിച്ചത് സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിക്കുക. ഇതിനെതിരായി നീറി പടരുന്ന ജനരോഷം എന്നെല്ലാം തരത്തിലുള്ള മൂടിവെക്കാനുള്ള ശ്രമം നടത്തിയാലും തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കും എന്ന കാര്യം കോൺഗ്രസ് മറക്കണ്ട.